നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സാമ്പാർ സാദമാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് സാമ്പാർ സാദം. വളരെ രുചികരമായിട്ടുള്ളൊരു ഡിഷും നമ്മുടെ ഡെയിലി ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതായിട്ടുള്ളൊരു ഡിഷാണ് സാമ്പാർ സാദം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സാമ്പാർ സാദം വീട്ടിൽ തന്നെ തയ്യാറാക്കാം നോക്കാം. സാമ്പാർ സാദം ഉണ്ടാക്കുന്നതിന് നമുക്ക് 1-2 സാധനങ്ങൾ കുതിർത്ത് വെക്കാനുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും ഇതിലെടുക്കാം. ഞാനിവിടെ കുറച്ച് കുത്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 ഗ്ലാസ് കുത്തിരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഗ്ലാസ്സിനാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിന് തന്നെ പരിപ്പ് എടുക്കുക. കുത്തിരി എടുത്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ ഇത് കുതിരാനായിട്ട് വിടുക. ഒരു ഗ്ലാസ് തൂരപ്പരിപ്പ്, അതായത് 2:1 റേഷ്യോ. അരി 2 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് തൂരപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ്. ഇതിൻ്റെ അകത്തും വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് വെക്കാം. 1/2 മണിക്കൂർ ഇതും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പരിപ്പ്, തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ക്യാരറ്റ്, ഒരു വഴുതനങ്ങ, ഒരു തക്കാളി, 2 മുരിങ്ങ, 15 ചെറിയ ഉള്ളി, 5 ബീൻസ്, 10 വെളുത്തുള്ളി, 5 പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 8-10 കുരുമുളക്, 2 ടീസ്പൂൺ ഉപ്പ്, 1 പിഞ്ച് കായപ്പൊടി. നമ്മൾ നേരത്തെ അരിയും പരിപ്പും അളന്ന് അതേ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പും അരി അളന്ന അതേ പാത്രം, നിങ്ങൾ എന്താണ് എടുത്ത് അതേ പാത്രത്തിൽ തന്നെ വേണം നമ്മൾ വെള്ളം അളന്നൊഴിക്കാനായിട്ട്. നമുക്കിവിടെ ഒരു 10 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഉപ്പിൻ്റെ പോരായ്മയുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഇത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളി പിഴുകിയെടുത്താണ്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിപ്പുറത്ത് കടുക് വറുത്തതിനകത്തേക്ക് ഒഴിക്കാം. കടുക് വറുക്കുന്നതിന് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത കൂടെ തന്നെ കുറച്ച് കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന്, കറിവേപ്പിലയും കൊല്ലമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട ജീരകം, കായപ്പൊടിയാണ്, അപ്പോൾ നല്ല കുഴാന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതേ കൂട്ട് തന്നെ നമ്മുടെ അരിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കടുക് വറുത്ത് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലേക്ക് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യിപ്പിച്ചു. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.